ഇത് ശാലിനി വർഗീസ്. 10ാം ക്ലാസ് പരീക്ഷയുടെ തിരക്കിലാണവൾ. എല്ലാ കുട്ടികളെയും പോലെ ഈ കൗമാരക്കാരിക്കും ഭാവിയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. മോളെ അടുത്ത കഴിഞ്ഞില്ലയോ? ഇല്ലമ്മ, കുറച്ചുകൂടെ ഉണ്ട്. എന്തായാലും ഒരു അരമണിക്കൂർ എടുക്കും. നാളെ എന്തോ മോളെ പരീക്ഷ? ഇംഗ്ലീഷ. മക്കളെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ എന്തോ പരിപാടി? 10 കഴിഞ്ഞാൽ എനിക്ക് +1 സയൻസ് എടുക്കണം. എന്നിട്ട് BSc നഴ്സിംഗിന് വേണ താല്പര്യം. പെട്ടെന്ന് എന്തോ ഇതോ ഒരു ബുദ്ധി. എനിക്ക് പണ്ടേ ഉണ്ട് ഈ ആഗ്രഹം. പിന്നെ ഞാൻ അമ്മേനോട് പറയാൻ കേട്ടോ. അതിന് നന്നായിട്ട് പഠിക്കണം കേട്ടോ. മനസ്സിലാക്കി എല്ലാം നന്നായിട്ട് പഠിച്ചാൽ മതി. മക്കൾ ഈ പാല് കുടിക്കുക, കുടിച്ചിട്ട് വേഗം കിടന്ന് ഉറങ്ങണേ. ഉറക്കളയ്ക്കാനൊന്നും നിൽക്കരുത് കേട്ടോ. നീ എന്ത് കണ്ടിട്ടാ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത്? പിന്നെ പിള്ളേർ പഠിക്കണ്ടേ? പിള്ളേര് പഠിക്കാൻ, നേഴ്സിംഗിൽ പഠിക്കാൻ എത്ര കാശ് ചെലവ് വരുമെന്ന് നിനക്ക് വല്ല ബോധമുണ്ടാ? അതാണ് മാതാപിതാക്കളുടെ കടമയാ മക്കളെ പഠിപ്പിക്കേണ്ടത്. നീ ഇങ്ങനെ പറഞ്ഞാൽ ഇതിന്റെ കാശ് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുവാ? അവൾക്ക് എന്ത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അവളെ കെട്ടിച്ചുവിടാൻ പറ്റിയ ഞാൻ നിൽക്കുന്നത്. എന്നാലും അവിടെ ഒരു നേഴ്സിംഗ് എന്തായാലും ഞാൻ അവളെ പഠിപ്പിക്കും. എന്നിട്ട് ഞാനൊരു നേഴ്സ് ആക്കുകയും ചെയ്യും. എത്ര തല പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വാമറും. ഒരു നേഴ്സ് മോള് പഠിച്ച് വലിയ നേഴ്സാകണം. എന്നിട്ട് അമ്മ വയസ്സായി കിടക്കുമ്പോൾ പരിചരിക്കും കേട്ടാ. ഒരു നേഴ്സ്. വർഷങ്ങൾ കടന്നുപോയി. ഭാവിയിൽ നേഴ്സാകുക എന്ന സ്വപ്നം ലക്ഷ്യം വെച്ച് മുന്നേറിയ ശാലിനിക്ക് വിധി കാത്തുവച്ചത് അത്ര ശുഭകരമായ ജീവിതമായിരുന്നില്ല. അമ്മ ഞാൻ ഇറങ്ങുവാണേ. അയ്യോ, ഇത്ര പെട്ടെന്ന് പോകാൻ ഇറങ്ങിയോ? ഇപ്പൊ തന്നെ ലേറ്റ് ആയി. 1:30 മണിക്കാണ് ഇന്റർവ്യൂ പറഞ്ഞേക്കുന്നത്. ഇനി ഞാൻ നിന്ന് പിന്നെ ലേറ്റ് ആവും. മക്കളെ ഞാൻ ചോറ് എടുത്ത് വെച്ചു. ഇച്ചിരി ഞാൻ വാരി തരാടി. വേണ്ടമ്മ, ഇനി കഴിച്ച് ഞാൻ വായൊക്കെ കഴിയുമ്പോ പിന്നെ ലേറ്റ് ആവും. അതെ, ചാച്ചനെന്തേ? നീ അവിടെ പേപ്പർ വായിച്ചോണ്ടിരിപ്പുണ്ട്. മക്കള് പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് വേണം പോകാനേ. പോട്ടെ. ചാച്ച, ഞാൻ ഇന്റർവ്യൂവിന് പോയിട്ട് വരാം. ചാച്ച, മക്കളെ പുണ്യാളിനും എഴുതിലെത്തിക്കാൻ മറക്കരുത് കേട്ടോ. നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകണം കേട്ടോ. പോയിച്ചു. നിങ്ങളൊരു അപ്പനാണോ? നമ്മുടെ കൊച്ചല്ലയോ പോയത്? അവളൊരു നല്ല കാര്യത്തിന് പോയതല്ലയോ? ഒന്ന് അനുഗ്രഹിച്ച് വിട്ടുകൂടായിരുന്നോ? നേഴ്സാകാനുള്ള ശാലിനിയുടെ ആഗ്രഹത്തിന് വില കൽപ്പിക്കാതെ ശാലിനിയുടെ അച്ഛൻ വർഗീസ് അവൾക്ക് വിവാഹ ആലോചന തുടങ്ങി. പെങ്കൊച്ച് BSc കഴിഞ്ഞിരിക്കല്ലേ, ഏതായാലും നമുക്കിതങ്ങ് ഉറപ്പിക്കാം. എടോ, താൻ ആദ്യം കെട്ടടോ. എത്ര നാളെന്ന് വെച്ചിങ്ങനെ ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്നേ? എന്നാ കെട്ടിക്ക്, എന്നാ ധൃതിയാന്നേ? കെട്ടി കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഓസ്ട്രേലിയ കിടക്കാമല്ലേ? ഞാൻ ഓസ്ട്രേലിയക്ക് പോകുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. താനാദ്യം ഒന്ന് കെട്ട്, ഞാൻ ഇടയ്ക്ക് വരാം. ഇയാൾക്ക് ഇത് വല്ലത് വരണോ? വെള്ളക്കുപ്പായിട്ട് പരമ സുഖമല്ലേ? എന്നാ നീ കൂടി അച്ഛൻ പട്ടം സ്വീകരിക്കടാ. കുടുംബത്തിൽ 2 അച്ഛന്മാരാവൂലോ. ഓ, നിന്നെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടാവട്ടാ. അപ്പാ, ഇങ്ങനെ ഈ പ്രായത്തിൽ അച്ഛൻ പട്ടത്തിന് പോയിട്ട് എന്തിനാ? എടോ ഫെബിനെ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഓരോരോ കുരിശ് കർത്താവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തന്റെ കുരിശ് ഇതാണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്യുന്നേ. കെട്ട്, നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണ് ഞാൻ കെട്ടിയേക്കാം. പക്ഷെ വേണ്ട, ഒരു കണ്ടീഷനുണ്ട്. കെട്ട് കഴിഞ്ഞിട്ട് ജോലിക്ക് എങ്ങാനും പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. നടപടിയാവില്ല. BSc വരെ പഠിച്ച കൊച്ചിനെ വീട്ടിലിരുത്താനാ പരിപാടി. ആ, വീട്ടിൽ ഇരുത്തണം. എന്റെ കൊച്ചുകളെ കാര്യം നോക്കി അവൾ ഈ വീട്ടിൽ ഇരുന്നാൽ മതി. എടോ, താനാദ്യം കെട്ടടോ, ബാക്കി നമുക്ക് നോക്കാന്നേ. ബ്രോക്കറെ വിളിക്കണം. ഞാൻ എന്താ പറയണ്ടേ? അച്ഛാ, ഹലോ. ആ ചേട്ടായി, ഞങ്ങൾക്ക് ഓക്കെയാണ്. അതെന്നാ വർത്തമാനാ ചേട്ടായി പറയുന്നേ? പിന്നെ കെട്ടിയതിന് ഇവിടെ തന്നെ വീട്ടിലിരുത്താൻ പറ്റുമോ? ഇപ്പോഴത്തെ കാലത്ത് പെണ്ണുങ്ങൾ ജോലിക്ക് പോയില്ലെങ്കിൽ എങ്ങനെ? അത് മാത്രമല്ല, അത്യാവശ്യം പുരോഗമന ചിന്താഗതിയുള്ള വീട്ടുകാരാണ് ഞങ്ങളും.
ആ ശരി, അവനങ്ങ് സമ്മതമാണെന്ന് പറഞ്ഞേര്. ശരി ഏട്ടാ, ഓക്കെ. എന്നാ വർത്താനോ ഇപ്പൊ പറഞ്ഞത്? ജോലിക്ക് വിടാൻ പറ്റത്തില്ല, ഞാൻ ആദ്യമോ പറഞ്ഞാണേ. എടോ താൻ ആദ്യം കെട്ടടോ, ജോലിക്ക് പോകുന്ന കാര്യമൊക്കെ പിന്നെയല്ലേ. എന്നാങ്കിലൊക്കെ ഉണ്ടാക്കും. അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടെന്ന്. എനിക്കൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതി കല്യാണം. അതേ പെണ്ണേ, അപ്പൻ്റെ സ്വഭാവം നിനക്കറിയത്തില്ലേ? ഈ കല്യാണം ഇപ്പം നടന്നില്ലെങ്കിൽ ഈ ജന്മം നടക്കാൻ പോകുന്നില്ല. എന്തൊരു കഷ്ടമാണ് നോക്കണേ. എടി, കല്യാണം കഴിഞ്ഞ് ജോലിക്ക് പോകാൻ അവർ സമ്മതിച്ചതല്ലേ, പിന്നെന്താ? എൻ്റെ പൊന്നമ്മേ, കല്യാണം കഴിഞ്ഞ് ജോലിക്ക് പോകുന്നത് ജോലി ഇട്ടിട്ട് കല്യാണം കഴിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. എൻ്റെ ബാച്ചിലുള്ള എല്ലാവരും ജോലി ഇട്ടതിന് ശേഷമാണ് കല്യാണം കഴിച്ചത്. അപ്പം നമുക്ക് ഇതിനെല്ലാം നല്ല ആലോചനകൾ വരൂലേ? പിന്നെന്താ? ഡേ, ഈ ആലോചനയ്ക്ക് എന്താടി ഒരു കുഴപ്പം? നീ ഒന്നും പറയണ്ട, പറയുന്നത് അങ്ങ് കേട്ടാ മതി. ഇനി കല്യാണം കഴിഞ്ഞിട്ട് അവരെന്നെ ജോലിക്ക് വിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? മോളെ, പള്ളിയിലച്ഛനൊക്കെ ഉള്ള ഒരു തറവാടാ, അവരൊരിക്കലും നെറുകേട് കാണിക്കില്ല. ഇനി അവർ നെറുകേട് കാണിച്ചാലോ? നെറുകേട് കാണിക്കത്തില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചത് അവരിനി നെറുകേട് കാണിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് അമ്മ പറ. എൻ്റെ പൊന്നു മോളല്ലേ, നീ ഇതൊന്ന് സമ്മതിക്കും മോളെ. ചാച്ചനും അമ്മച്ചിക്കും പ്രായമായി വരികയല്ലേ, നിന്നെ നല്ലൊരു വീട്ടിലോട്ട് കൈപിടിച്ച് കൊടുത്താലല്ലേ ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. നീ നന്നായിട്ടൊന്ന് ആലോചിക്കും. ഒടുവിൽ മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് വഴങ്ങി ശാലിനി വിവാഹത്തിന് സമ്മതം മൂളി. തിരുവല്ലയിലെ പ്രമുഖ ക്രിസ്ത്യൻ കുടുംബത്തിലെ ഫെബിൻ ജോർജ് ആയിരുന്നു ശാലിനിയെ വിവാഹം കഴിച്ചത്. ആ സാർ, ഇല്ല മനസ്സിലായി. ശരി സാർ, ഞാൻ നാളെ തന്നെ ജോയിൻ ചെയ്യാം. ആ ഓക്കെ. എന്താ ടെൻഷൻ? അല്ല, ലീവൊക്കെ കഴിയാറായി, ജോലിക്ക് തിരിച്ച് ജോയിൻ ചെയ്യണമെന്നാണ് സാർ പറഞ്ഞത്. അതിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നേ? കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമല്ലേ ആണ്, പെട്ടെന്ന് ജോലിക്ക് കയറണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ടെൻഷൻ. കുറച്ച് ദിവസോ? 1.5 മാസായി. 1.5 മാസോ? സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ജോലിക്ക് പോയല്ലേ പറ്റൂ, നമുക്ക് 3 ആൾക്കും വേണ്ടിട്ടല്ലേ. 3 ആളാ? നമുക്കും പിന്നെ നമ്മുടെ കുഞ്ഞിനും. ശരിക്കും? സത്യം? എന്താണ് ഒരു റൊമാൻസ്? അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ശാലിനി പ്രഗ്നന്റ് ആണ്. കൺഗ്രാറ്റ്സ്. എപ്പോ ഒപ്പിച്ചു കള്ള? നമുക്കൊന്ന് ആഘോഷിക്കണല്ലോ. പിന്നെ തീർച്ചയായിട്ടും. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. അതെന്തേ? എനിക്ക് ഇഷ്ടമല്ല, അത്ര തന്നെ. എന്താണത്? ശാലിനി വന്നേ. എന്താ പറഞ്ഞു? ഇവിടെ വരാനാ പറഞ്ഞത്. ഞാൻ വരില്ല, കേൾക്കുന്നുണ്ട്, പറ. വിളിച്ചെടുത്ത് പാടി. എന്താ പറ? നീ എന്താണ് നേരത്തെ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ? എടോ, ഞാൻ വെറുതെ കൊച്ചിനെ പേടിപ്പിക്കില്ലേ? അതെ, നിന്റെ പ്രഗ്നൻസി നാളെ ഇവിടെ നമ്മൾ ആഘോഷിക്കും. ഒരാഘോഷം ഇവിടെ വേണ്ട, ഒന്നും നടക്കേയില്ല. താൻ എന്താണ് കാണിക്കുന്നേ? പെണ്ണുങ്ങളെ കൈവച്ചാലുള്ള കേസ് എന്താണെന്നറിയോ? ആനോടുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ പഠിക്കുന്നത്? എടാ, എന്നും പറഞ്ഞ സ്വന്തം ഭാര്യ ഇങ്ങനെ തല്ലാനൊന്നും പാടില്ല. ചെല്ല്, പോയി സോറി പറയാം. വിവാഹശേഷം സന്തോഷം നിറഞ്ഞ അധിക ദിവസങ്ങൾ ശാലിനിയുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. ഈ സമയത്ത് കൂടുതൽ സ്നേഹം കുറക്കേണ്ട സമയമാണ്. ചെല്ലടോ. ഫെബിന്റെ സഹോദരൻ ഫാദർ ഷെബിൻ ജോർജിന് അനാവശ്യമായി അവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന പതിവുണ്ടായിരുന്നു. ശാലിനിയും ഫെബിനും തമ്മിലുള്ള ബന്ധത്തിന് അത് വിള്ളലുണ്ടാക്കി. ഞാൻ സോറി പറഞ്ഞില്ലടോ, പിന്നെന്തിനാ കരയുന്നേ? മാറിക്ക്, എനിക്ക് പോണം. വേണ്ട, എന്റെ സോറി അക്സെപ്റ്റ് ചെയ്തിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി. മാറി നിൽക്കേട്ടായി, എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. പറ്റില്ല. നിനക്കെന്താ എന്റെ സോറി അക്സെപ്റ്റ് ചെയ്താല്? ഏട്ടയുടെ കണ്ണം നോക്കി ഞാൻ പറഞ്ഞ പൊട്ടിക്കട്ടെ, എന്നിട്ട് പറഞ്ഞാൽ മതിയോ സോറിന്ന്? ചില ആണുങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വിചാരമുണ്ട്, പെണ്ണുങ്ങൾക്ക് 2 പൊട്ടിച്ചട്ടെ എന്ത് സമ്മതിപ്പിക്കാന്ന്. പക്ഷെ തല്ലിയ തിരിച്ചു തല്ലുന്ന പെണ്ണുങ്ങളും ഉണ്ട്. തല്ലടി.
നല്ല വേദന ഏട്ടായി. ഏട്ടായിക്ക് എവിടെന്നെങ്കിലും കിട്ടുമ്പോ മനസ്സിലാകും. ഞാനായിട്ട് തല്ലുന്നില്ല. എന്റെ അപ്പ അവൾ ഇപ്പോഴും ജോലിക്ക് പോണം എന്ന് പറഞ്ഞിട്ട് ഒരേ ബഹളവാ. എടാ ഇത്ര നാള് പോയില്ലല്ലോ, ഇനിയിപ്പോ അങ്ങനെ തന്നെയാണ് പോട്ടെ. പോട്ടെ എന്ന് വെച്ചാ മനുഷ്യർക്ക് സമാധാനം തരണ്ടേ? കുടുംബജീവിതത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാടോ. ആ വലിയ വലിയ വർത്തമാനം പറയാൻ എളുപ്പം. കെട്ടിന് മുമ്പേ ഞാൻ പറഞ്ഞതാ ജോലിക്ക് വിടത്തില്ലെന്ന്. കൊല്ലോ അത്രയെന്നാ മനുഷ്യന്റെ മനസമാധാനം കളയാനായിട്ട്. ഇതൊന്നും വേണ്ടായിരുന്നു. നാശം. അലമാരയിൽ നിന്റെ സർട്ടിഫിക്കറ്റ്സ് എന്തേ? ഏത് സർട്ടിഫിക്കറ്റ്? എനിക്കൊന്നും അറിയില്ല. ചേട്ടായി അറിയാതെ എവിടെയും പോവില്ല. കണ്ടല്ലോ മനുഷ്യന്റെ സമാധാനം തരാത്തത്. എടി എനിക്ക് അറിയത്തില്ലെന്നല്ലേ പറഞ്ഞത്. എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ്സ് വേണമെന്ന് പറഞ്ഞാൽ വേണം, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായി സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കും. നീ എന്നെ ഉണ്ടാക്കുമെന്നാ ഈ പറയുന്നേ? നിങ്ങളിവിടെ എന്നോട് കാണിക്കുന്നത് ഒരു വെള്ള പേപ്പറിൽ എഴുതി സ്റ്റേഷനിൽ കൊടുക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്റെ മക്കളെ ഓർത്തിട്ടാണ് ഞാനത് ചെയ്യാത്തത്. എടോ താനാ കൊച്ചിന്റെ സർട്ടിഫിക്കറ്റ്സ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തേ. മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ലെന്ന്. മണ്ടത്തരം കാണിക്കാതെ കൊടുത്തേക്ക്. നിനക്കെന്നത്തിനാണ് ഇപ്പൊ സർട്ടിഫിക്കറ്റ്? എന്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എനിക്കൊരു ജോലി ശരിയാക്കാന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പോണം. കണ്ടല്ല എവക്ക് എന്റെ ചൊൽപ്പടിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ. അഴിഞ്ഞാണ് ഇങ്ങനെ നടക്കണം. അതിനാണ് ഈ കിടന്ന് തുള്ളുന്നത്. എടാ കുർത്തക്കേട് കാണിക്കാതെ കൊടുത്തേക്കാൻ. മോശം. മാർച്ച്, മെയ്, ജൂലൈ, സെപ്റ്റംബർ, എന്താ അച്ഛാ? ഒന്നുമില്ല. ഇതെടി അവിടെ ഗ്രഹിക്കുന്നത്. മാറി നിന്റെ സർട്ടിഫിക്കറ്റ്. സർട്ടിഫിക്കറ്റ് മേടിക്കും. എന്നിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നോക്ക്. ഏത് ഹോസ്പിറ്റലിലാണ് മോള് ഇന്റർവ്യൂവിന് പോകുന്നത്? സെന്റ് റീത്താസ്. ആ നമ്മുടെ ഹോസ്പിറ്റലാണല്ലോ. ഞാൻ വിളിച്ചു പറയണോ? എന്താടോ ഈ കൊച്ചിനെ എന്നോട് ഇത്ര ദേഷ്യം? ഹോസ്പിറ്റലിൽ വിളിച്ച് എന്നാ പറയാൻ പോകുന്ന ഈ പറയുന്നേ? ഞാൻ എന്നാടോ പറഞ്ഞേ? അല്ല അത് ശരി, അച്ഛൻ നമുക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കാൻ നോക്കണം. ജോലി കിട്ടാതിരിക്കാനും നമുക്ക് വിളിച്ചു പറയാലോ. ഇന്റർവ്യൂവിന് പോട്ടെ, ജോലി കിട്ടാതിരുന്നാ പോരെ. നമ്മുടെ ഹോസ്പിറ്റലല്ലേടോ. ഹലോ. എടി ഈ ജോലിയും കിട്ടൂല. അവരൊട്ട് ഇംപ്രസ്ഡ് അല്ലെന്ന്, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലെന്ന്. ഒരു ജോലി കിട്ടാതെ എനിക്ക് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്? ഞാനിത് എത്രത്തോളം ആഗ്രഹിച്ചെടുത്ത പ്രൊഫഷനാണെന്നറിയാവോ? എടി അവർ ഇംപ്രസ്ഡ് ആയിരുന്നു, പക്ഷെ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട്. എന്ത്? എടി നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ട് ഇല്ലേ, പുള്ളിക്കാരത്തി പറഞ്ഞതാ. പക്ഷെ നീ ഇത് ആരോടും പറയാനോ ചോദിക്കാനൊന്നും നിൽക്കരുത് കേട്ടോ. നീ കാര്യം പറ. എടി മാനേജ്മെന്റിൽ ആരോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ജോലി കൊടുക്കരുതെന്ന്. ഏത് ഹോസ്പിറ്റലിലാണ് മോള് ഇന്റർവ്യൂവിന് പോകുന്നത്? സെന്റ് റീത്താസ്. ആ നമ്മുടെ ഹോസ്പിറ്റലാണല്ലോ. ഞാൻ വിളിച്ചു പറയണോ? ആ ഫാദർ ആയിരിക്കും. അതാരാ ഫാദർ? എടി ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, ചേട്ടായുടെ ഒരു ചേട്ടൻ, ഒരു ഫാദർ. ഓ ഓക്കെ ഓക്കെ. മടുത്തടി എനിക്ക്. എത്രയാന്ന് വെച്ചിട്ടാ, പിള്ളേര് രണ്ടുപേരും ഇത് കണ്ട് കണ്ട് അവർക്ക് രണ്ടുപേർക്ക് ഇത് ശീലായി. പക്ഷെ എനിക്ക് മൂത്തവന്റെ കാര്യം ആലോചിച്ചിട്ടാ. പാവ സ്കൂൾ ഹോസ്റ്റലിൽ എനിക്കൊന്നും കാണാൻ പോലും കിട്ടാറില്ല. നീ ടെൻഷൻ ആവാണ്ടിരിക്കുക, എല്ലാം റെഡിയാവും. അല്ല നിന്റെ വീട്ടിൽ അച്ഛൻ എന്ത് പറഞ്ഞെന്നാ പറഞ്ഞേ? എനിക്ക് ഉറപ്പാ, അയാളെ ഞാൻ മാനേജ്മെന്റിൽ വിളിച്ച് പറഞ്ഞത്. അയാൾ ഇതും ചെയ്യാൻ അപ്പുറം ചെയ്യും. അവർക്കൊക്കെ ആ മാനേജ്മെന്റിൽ ഭയങ്കര ഹോൾഡാ. ഇത് നീ വീട്ടിൽ പറയാനൊന്നും നിൽക്കണ്ട. മടുത്തടി, പിള്ളേരെ ഓർത്തിട്ടാ. അല്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ നിർത്തി പോയാനെ. നീ ഇങ്ങനൊന്നും പറയാണ്ടിരിക്കുക, ടെൻഷൻ ആവല്ലേ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എടി ഒരു സ്ഥലമുണ്ട്, പക്ഷെ ഹോസ്പിറ്റലല്ല, ഒരു ഓൾഡ് ഏജ് ഹോമാ. അവിടുത്തെ ഓണർ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാ. ഞാൻ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ? എടി എന്തെങ്കിലും ഒരു ജോലി മതി, ജോലി എനിക്കൊന്ന് കിട്ടിയാ മതി. ആ പിള്ളേരെ ഒന്ന് നോക്കണ്ടേ? ആ നമുക്കെല്ലാം റെഡിയാക്കാം, ടെൻഷൻ ആവാണ്ടിരിക്കേ. ശരി ഓക്കെ. ആ സെന്റ് റീത്താസിലൊന്ന് വിളിച്ചു നോക്ക്. ഞാൻ പറഞ്ഞ അതിനപ്പുറം ഒരു വാക്ക് സെന്റ് റീത്താസിലെ മാനേജ്മെന്റിന് ഇല്ല.
അതാ ഞാൻ അവർ തമ്മിലുള്ള ബന്ധം. ഇവിടെ ഒരു അച്ഛനായതുകൊണ്ട് ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. അതന്നെ. അപ്പൊ അങ്ങനെ ഒരു സംസാരം എനിക്ക് വേറെ ഗുണമൊന്നുമില്ലേ? എന്തു ഗുണം? ഒരു ഗുണമില്ല അച്ഛോ. അതെവിടെ ആ ഫോൺ എടുത്തൊന്ന് വിളിച്ചു നോക്കി, എന്തായി അവസ്ഥ എന്നൊന്നും അറിയാമല്ലോ. എന്നെ കൊണ്ട് ജോലി കിട്ടിയോ മോളെ? കിട്ടി. കിട്ടിയതാ? നാളെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സെന്റ് റീതാസിലെ മാനേജ്മെന്റിലെ എന്നെ അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇന്റർവ്യൂ എളുപ്പമായി. ഇയാളല്ലേ പറഞ്ഞ സെന്റ് റീതാസിൽ അറിയാവുന്ന മാനേജറുണ്ട്, വിളിച്ചു പറഞ്ഞ ജോലി കൊടുക്കൂലെന്ന്. എന്നിട്ടിപ്പോ എന്തായി? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഓ, ഇത് ചേട്ടച്ചാരും അനിയച്ചാരും തമ്മിലുള്ള പരിപാടിയായിരുന്നല്ലേ? അച്ചോ, ഈ തിരുവസ്ത്രം ഇട്ടിട്ട് അച്ഛൻ കാണിക്കുന്ന നെറുകയുടെ മേളിൽ ദൈവം തമ്പുരാൻ കാണുന്നുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്കാരുമില്ലല്ലോ. പക്ഷെ എനിക്ക് 3 മക്കളുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ കണ്ണീരിന് അച്ഛൻ കണക്ക് പറയേണ്ടി വരും. ഓർത്തോ? ഹലോ ഐഡി, ഞാൻ ആ മറ്റേ ഓൾഡ് ഏജ് ഹോമിലെ ഓണറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായി? അവിടെ ഇപ്പോൾ നിലവിൽ ആളിനെ ആവശ്യമില്ല, പക്ഷെ നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും നീ നേരിട്ട് ചെല്ലാനാണ് അവർ പറഞ്ഞേ. നീ എക്സ്പീരിയൻസിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ? അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാ പോണ്ടേ? നീ നാളെ തന്നെ പോയിക്കോ. പിന്നെ ഒരു കാര്യമുണ്ട്, നിന്റെ വീട്ടിൽ ഇത് അറിയാതെ നോക്കണം. അതെന്താ? ഇതും അവർ മുടക്കിയാലോ? ഈ ജോലി അവർ നശിപ്പിച്ചാ ബാക്കിയുള്ള എന്താന്ന് വെച്ചാൽ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നീ അബദ്ധമൊന്നും കാണിച്ചേക്കരുത്, എല്ലാം ശരിയാവും. എല്ലാം ശരിയാവുന്നേ, ഞാനല്ലേ നിന്റെ കൂടെ. ഞാൻ പിന്നെ വിളിക്കാം. ഏട്ടാ, എന്റെ സർട്ടിഫിക്കറ്റ്. ഏട്ടാ, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, ചവിട്ടിയെ തോണിക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷെ എന്റെ സർട്ടിഫിക്കറ്റ് നശിപ്പിക്കരുത്. ഇതുള്ളോണ്ടല്ലേ നിന്നെ കളിക്കുന്നത്. ഇനി നീ ഇത് കാണില്ല. ഏട്ടാ, ഇതെന്റെ ജീവിതാ. നമ്മുടെ മക്കളെ ഓർത്തെങ്കിലും അത് എനിക്ക് തിരിച്ചതാ. മക്കളെ ആരൊക്കെ ഞാൻ നോക്കണം, നീ കൂടുതൽ ഉണ്ടാക്കാനും നിൽക്കണ്ട. ഏട്ടാ, ഈ മര്യാദക്കാ തിരിച്ചു തന്നു. ഇതിന്റെ ഒരു കാര്യം ഞാനേ ഇത് കത്തിക്കാൻ പോവാ. ഇനി നീ ഇത് കാണില്ല. അമ്മേ, എനിക്ക് ഓൾഡ് ഏജ് ഹോമിൽ ജോലി റെഡിയായി. ഇന്നായിരുന്നു ഇന്റർവ്യൂ. ഏത് ഓൾഡ് ഏജ് ഹോമില്? നമ്മുടെ ജംഗ്ഷനിലുള്ള റോസാ മരിയ. ആ, കൊള്ളാം. നിനക്ക് വേറെ ഒരിടത്തും ജോലിക്ക് പോകാൻ കിട്ടിയില്ലേടി? അവിടെ എന്താ കുഴപ്പം? എടി, അവർക്കെതിരെ നമ്മൾ കേസ് കൊടുത്തിരിക്കുക. കേസോ? നമ്മളോ? നമ്മളല്ല, ഞങ്ങള്. ഞാനും എന്റെ കെട്ടിയോടും കൂടി. അവൻ നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല, അയാൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എടി മോളെ, അയാളുടെ അവിടുത്തെ വേസ്റ്റ് വെള്ളം എല്ലാം നമ്മുടെ ജംഗ്ഷനിലെ പറമ്പുണ്ടല്ലോ, അവിടോട്ട് വീഴുക. അതിനെതിരെ ചാച്ചൻ കേസ് കൊടുത്തിരിക്കുക. ഓഹോ, ഞാൻ അവിടെയും പോയി ജോലി ചെയ്ത് ഗതി പിടിക്കാൻ നിങ്ങൾ 2 ആളും എന്നെ സമ്മതിക്കില്ലല്ലേ? നീ അവിടെ ജോലി ചെയ്തിട്ട് ഗതി പിടിക്കണ്ട. എനിക്ക് എന്തായാലും ഈ ജോലി വിട്ടളയാൻ പറ്റില്ല. എനിക്ക് പോണം. കേട്ടാടി, അവള് തറുതല്ലേ പറയണത്. നീ അല്ലേ പഠിപ്പിക്കണ നേഴ്സാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പൊ എന്തായി? അനുഭവിക്ക്. എന്തിനാ ചാച്ച ഇങ്ങനെയൊക്കെ പറയുന്നേ? ചാച്ചൻ പിന്നെ എങ്ങനെ പറയണം? അത്രയ്ക്ക് പുകിലായാലും ഇവിടെ വന്ന് കാണിച്ചത്. നീ എവിടെ ജോലിക്ക് പോയാലും ഒരു കുഴപ്പമില്ല, പക്ഷെ അവിടെ മാത്രം പോകാൻ പറ്റത്തില്ല. എന്റെ പൊന്നമ്മേ, കെട്ടിച്ചയച്ച വീട്ടിലും എനിക്ക് സമാധാനമില്ല. അത്രയ്ക്ക് സഹിച്ച് ക്ഷമിച്ചാ ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നത്. എടി മോളെ, കെട്ടിച്ചയച്ച വീട്ടിൽ ഇതൊക്കെ സർവ്വസാധാരണമാ. നീ നിന്ന് കിണങ്ങാതെ വീട്ടിലോട്ട് പോയി ആ ജോലി അങ്ങ് മറന്നേക്ക്. എന്റെ അവസാനത്തെ പിടിവല്ലേ ഈ ജോലി. ഇതും കൂടി എനിക്ക് കിട്ടിയില്ലെങ്കിൽ
പിന്നെ ഞാൻ എൻ്റെ മക്കളും ചാകേണ്ടി വരും, അതുറപ്പാ. ചാച്ചനോട് അമ്മനോട് ഞാനിതൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ, എനിക്ക് അത്രയ്ക്ക് പറ്റുന്നില്ല, അതുകൊണ്ടാ. എടീ, നിന്നോട് ഞാൻ പറയാനുള്ള പറഞ്ഞു. നീ ഇനി അവിടെ ജോലിക്ക് പോയെന്ന് അറിഞ്ഞാൽ എന്റെ തനി കുണം നീ അറിയും കേട്ടാ. ചാച്ചാ, എനിക്ക് എന്തായാലും ഈ ജോലി വേണം, ഞാൻ പോകും. എനിക്കും ജീവിക്കണം, എൻ്റെ മക്കൾക്കും ജീവിക്കണം. എനിക്ക് ഈ ജോലി അത്യാവശ്യം. നീ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്ക്. ചാച്ചൻ പറയുന്നത് കേൾക്കാൻ നോക്ക്. അമ്മേ, അമൃത മോളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. മോള് വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് സാർ എനിക്ക് ഈ യൂണിഫോം. ജീവിതം വഴിമുട്ടി നിന്നപ്പോൾ എൻ്റെ പുണ്യാളനാ എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്. സാറിന് പുണ്യാളം കാക്കും. എനിക്കിനി ഒരൊറ്റ ആഗ്രഹമുള്ളൂ, എൻ്റെ മക്കളെ സേഫായിട്ട് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ആക്കണം. ഇനി എനിക്ക് അവരെ ആ വീട്ടിൽ നിർത്താൻ പറ്റില്ല. എന്നോടുള്ള ദേഷ്യം ആ കുട്ടികളോട് അയാൾ തീർക്കും, അതെനിക്ക് ഉറപ്പാ. മോള് ടെൻഷൻ അടിക്കണ്ട, പുണ്യാളം കൂടെ ഉണ്ട്. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ, എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഒറ്റപ്പെടലിൽ ഇടറിപ്പോയ ശാലിനിക്ക് സുഹൃത്ത് അമൃതയുടെ സഹായം കൊണ്ട് തൽക്കാലം ഒരു ജോലി കിട്ടി. എങ്കിലും തന്റെ 2 പെൺമക്കളുടെ സുരക്ഷയെയും ഭാവിയെയും കുറിച്ചുള്ള ആശങ്ക ശാലിനിയെ വല്ലാതെ അലട്ടി. പുണ്യാളൻ കൈവിടില്ല എന്ന വിശ്വാസമായിരുന്നു പിന്നീട് ശാലിനിക്ക് കുറച്ചെങ്കിലും ശക്തി നൽകിയത്. ഹലോ, അമല ലേഡീസ് ഹോസ്റ്റലല്ലേ? അതെ മാഡം, എൻ്റെ പേര് ശാലിനി. ഞാൻ അടുത്ത താമസിക്കുന്നത്. എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. ഓക്കെ, എന്താ പറഞ്ഞോളൂ. മാഡം, എൻ്റെ മക്കളെ രാവിലെ മാത്രം അവിടെ നിന്ന് നിർത്താൻ പറ്റുമോ? അയ്യോ, ഇത് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റലാണ്. കുട്ടികളെ ഇവിടെ നിർത്താൻ പറ്റില്ലല്ലോ. മാഡം, ഫീസ് ഞാൻ തരാം. എനിക്ക് പിള്ളേരെ വീട്ടിൽ നിർത്താൻ പറ്റാത്ത അവസ്ഥ, അതുകൊണ്ടാ. അത് പറ്റത്തില്ല കുട്ടി, കാര്യം അത് ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ റൂളിനെതിരാണ്, അതുകൊണ്ടാണ്. മാഡം പ്ലീസ് മാഡം, അവസ്ഥ അതായതുകൊണ്ടാ, ഒന്ന് മനസ്സിലാക്കുക. ഇത് തന്റെ കുട്ടികളാണെന്ന് എനിക്ക് എങ്ങനെ അറിയാനാണ്? എന്തെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി വന്നാലേ എന്റെ ജോലി പോകും. മാഡം, എന്റെ പിള്ളേര് തന്നെയാ, പക്ഷെ ഞാൻ പറഞ്ഞില്ല, എന്റെ അവസ്ഥ അതാ. എനിക്ക് അവരെ വീട്ടിൽ ഒറ്റക്ക് നിർത്തിയിട്ട് പോരാൻ പറ്റൂല, അതുകൊണ്ടാ. പ്ലീസ് ഒന്ന് മനസ്സിലാക്കുക. കൊച്ചെ, ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ റൂൾ പ്രകാരം അങ്ങനെയൊന്നും പറ്റത്തില്ല. മാഡം, മനുഷ്യത്വത്തിനേക്കാൾ വലിയ റൂൾ ഉണ്ടോ? ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്, അവസ്ഥ അതായതുകൊണ്ടാ. എന്റെ പൊന്നു കൊച്ചെ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി വേറെ എവിടെയെങ്കിലും പോയി നോക്കൂ, ഒന്ന് വെച്ചിട്ട് പോയേ. ഹലോ ഹലോ, നിങ്ങളിത് എവിടെ ആയിരുന്നു? ഞാൻ എത്ര നേരമായി വന്നിട്ട്? എനിക്കൊരു ചായ തരാവോ? ചാച്ചനും അപ്പാപ്പനും കൂടി ഒരു സാധനം വാങ്ങാൻ പോയേക്കുക, ഇപ്പൊ വരും. മോളെ, എനിക്ക് ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളം വെച്ചേക്കാവോ? നടക്കിങ്ങോട്ട് വാ. ശ്രദ്ധിച്ചെഴുതു മോളെ, ഇത് ഇവിടെ അല്ല, അപ്പുറത്തേത്. വായ നോക്കിക്കാതെ പഠിക്കണി. എഴുതങ്ങോട്ട് വേണം. ഞാൻ പിള്ളേരെ കൊണ്ട് നീ എവിടെയാണ് തട്ടാൻ പോയത്? ഞാൻ ഇവിടെ തണ്ടാനൊന്നും പോയൊന്നുമില്ല.
കള്ളം പറയുന്നോടി. എടി ഈ പിള്ളേരെ കൊണ്ട് നീ ലേഡീസ് ഹോസ്റ്റലിൽ പോയെന്നോ ഫോൺ വിളിച്ചെന്നൊക്കെ ഞാൻ അറിഞ്ഞു. എന്നാ ഉണ്ടാക്കാൻ പോയതാടി? അതെ, ഞാൻ പോയി. എനിക്ക് പല കാര്യങ്ങളുണ്ടാവും. ഞാൻ അതൊക്കെ എന്തിനാ നിങ്ങളോട് പറയുന്നേ? എനിക്കറിയാം നിന്റെ ആവശ്യങ്ങളൊക്കെ. നിന്റെ ചാച്ചന് പുതിയ സംബന്ധം ഉണ്ടാക്കാൻ പോയതാണോടി? പിള്ളേരും തോന്നിയാസം പറയരുത് കേട്ടോ. തോന്നിയാസം പറഞ്ഞ നീ എന്നാ ചെയ്യൂടി? വെള്ളം അടിച്ച വയറ്റിൽ കിടക്കണം മനുഷ്യ. ഞാൻ വെള്ളം അടിക്കൂടി. ഞാൻ ഇനിയും അടിക്കും. ഇപ്പോഴും അടിച്ചിട്ട് അത് എന്റെ കാശിന്. അത് നിനക്കെന്നെ അടിച്ചേതം. അന്തസ്സില്ലാത്ത വർഗങ്ങള്. ഇതോടി നിന്ന് പിറുപിറുക്കുന്നത്. അന്തസ്സില്ലാത്ത വർഗങ്ങളെന്ന്. അയ്യോ, അവള് വലിയൊരു അന്തസ്സുകാരി. എടി ആ ഓൾഡ് ഏജ് ഹോമിൽ കണ്ട കളവന്മാരെ കുളിപ്പിക്കാനും പഠിപ്പിക്കാനും നടക്കുന്ന നീയാണോടി എന്നെ അന്തസ് പഠിപ്പിക്കുന്നത്? അന്തസ്സില്ലാത്ത ആ ജോലിക്ക് പോകരുതെന്ന് നിന്റെ അടുത്ത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളേലും അന്തസ്സുണ്ട് എനിക്കും എന്റെ ഈ പിള്ളേർക്കും ഞാൻ ചെയ്യുന്ന ജോലിക്കും. മെർച്ചന്റ് നേവിയിലെ ജോലിയാണെന്ന് പറയുന്നതല്ലാതെ എന്ത് അന്തസ്സാ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കുടുംബത്തിനുള്ളത്? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഞാൻ തെറിപ്പിക്കും. ചേട്ടായി, ഞാൻ ആദ്യം പ്രസവിച്ച എന്റെ മോൻ ജസ്വിൻ, എനിക്ക് അവരൊന്ന് കാണാൻ പറ്റാറുണ്ടോ? എനിക്ക് അവരോടൊന്ന് സംസാരിക്കാൻ പറ്റാറുണ്ടോ? ഇത് നിങ്ങൾ രണ്ട് പെമ്പിള്ളേരായതുകൊണ്ടല്ലേ നിങ്ങൾ ഇവരെ ഒഴിവാക്കി അവനെ മാത്രം ഹോസ്റ്റലിൽ കൊണ്ട് നിർത്തിയേക്കുന്നത്? ഞാനും ഒരു അമ്മയല്ലേ ഏട്ടായി, എനിക്കൊന്ന് അവരെ കാണണ്ടേ? എന്നൊന്ന് അവനെ കൊണ്ട് കാണിക്കേ. കൂടുതൽ വർത്താനം പറഞ്ഞാലേ എവള് മാറി കാണാൻ പോകുന്നില്ല. ചേട്ടായി, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ഏട്ടായി. നമ്മുടെ മക്കളുടെ കൂടെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണ്ടേ ഏട്ടായി? ചേട്ടായി, എനിക്കൊന്ന് അവനെ കാണണം ഏട്ടായി. പ്ലീസ് എന്നെ ഒന്ന് കൊണ്ടേ കാണിക്ക്. എടി, എന്നോടൊപ്പം ജീവിക്കാൻ എന്നാ യോഗ്യതാടി നിനക്കുള്ളത്? അന്തസ് പഠിപ്പിക്കാൻ നടക്കുന്ന ഒരുത്തി. അമ്മേ, അമ്മ കരയാണോ? എല്ലാം ശരിയാവും അമ്മേ, എന്തിനാ കരയണേ? എത്ര വർഷമായി മോളെ അമ്മ ഇങ്ങനെ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഒന്നും ശരിയാവാൻ പോകുന്നില്ല. അമ്മേ, അമ്മയല്ലേ പറയാറ് നമ്മുടെ കൂടെ പുണ്യാളനുണ്ടെന്ന്. നമ്മളെ പുണ്യാളൻ കാത്തോളൂ അമ്മേ. ഒരു പുണ്യാളനും നമ്മളെ കാക്കാൻ വരില്ല മോളെ. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പ്രതീക്ഷയില്ല. ഇനി നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതേ അമ്മയാ. അമ്മയ്ക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അമ്മ അമ്മ ഇങ്ങനെ കരയല്ലേ, എനിക്ക് വിശക്കുന്നു. അമ്മ പോയി ചോറെടുത്തിട്ടോ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഇതെന്താമേ ഒരു പ്ലേറ്റില്? നമ്മള് 3 പേരില്ലേ? അമ്മയ്ക്കൊരാഗ്രഹം, ഇന്ന് നമുക്ക് 2 പേർക്കും വരുത്തരണോന്ന്. അമ്മ വരുത്തരാം. അമ്മേ, അമ്മ ഞങ്ങൾക്ക് വരുത്തരുന്നില്ലേ? അമ്മയ്ക്ക് അതുപോലെ ഞങ്ങളും വരുത്തട്ടെ. കാര്യല്ലേ അമ്മേ? അമ്മ എനിക്കറിയില്ല മോനെ, കാരണം അമ്മയുടെ അവസാനത്തെ കരച്ചില. മോള് കഴിക്ക്. ഇന്ന് നമുക്ക് 3 പേർക്കും കൂടി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാട്ടാ. കഴിച്ചു. അമ്മ, അമ്മ കരയാണോ? ഇല്ല. അമ്മ,
ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചാച്ചൻ എന്താ അമ്മേ ഇപ്പൊ അമ്മയോട് എപ്പോഴും ചൂടാവുന്നത്? എനിക്കറിയില്ല മോനെ, ചാച്ചൻ അങ്ങനെ. അല്ലെങ്കിലും ചാച്ചനിപ്പോ ഞങ്ങളോടൊന്നും മിണ്ടാറില്ല, വല്ലപ്പോഴും മിണ്ടിയാലായി. ചാച്ചനിപ്പോ നമ്മളോടൊന്നും സംസാരിക്കാൻ ടൈമില്ല മോനെ, അതുകൊണ്ടാ. ചേട്ടൻ എന്ന് വരും അമ്മേ? ചേട്ടനെ കണ്ടിട്ട് എത്ര നാളായി? ഉടനെ കാണാം, എല്ലാവരെയും കാണാം. നിങ്ങൾ സംസാരിക്കാതെ കിടന്നുറങ്ങും, രാവിലെ പള്ളിയിൽ പോകണ്ടേ? ഇനി രാവിലെ പള്ളിയിലും പോണോ? ചേട്ടായി, എന്തുവാടി? ഞങ്ങള് പോവാ. ഇനി ഞങ്ങള് നിങ്ങൾ കാണില്ല കേട്ടോ. ആ, എവിടെയെങ്കിലും പോയി ചത്തോ. ഉറങ്ങാനും സമ്മതിക്കില്ല. മോനെ, മോളെ, മക്കളെ എണീക്ക്, എണീക്ക്. എണീക്ക്, പള്ളി പോണ്ടേ? എന്തിനാ ഇപ്പഴേ പോകുന്ന? ഇപ്പൊ പോയാലേ അമ്മ ഒരു കാര്യം കാണിച്ചു തരാം. വാ വാ വാ, എണീക്ക്, സമയമില്ല, വാ എണീക്ക്. എണീറ്റ് എണീറ്റ് എണീക്ക് എണീക്ക്, വാ എണീക്ക്, വാ. അമ്മേ, നമ്മൾ ഇതുവഴി അല്ലല്ലോ പള്ളിയിലേക്ക് പോകുന്നത്. നമ്മള് പള്ളിയിലോട്ടല്ല മോളെ പോകുന്നത്. പിന്നെങ്ങോട്ടാ? പറയമ്മേ. അമ്മയ്ക്ക് മടുത്തു മക്കളെ, നമ്മള് മരിക്കാൻ പോവാ. അമ്മ നമുക്ക് പോവാം. അമ്മ നമുക്ക് പോവാം. അമ്മേ വാ, അമ്മേ പോവാമേ. ഞാൻ പറയുന്നത് കേൾക്കമ്മേ. അമ്മേ വാ, അമ്മേ പോവാമേ, വാ. പോവാൻ വേണ്ടിട്ടാ വന്നത്. തിരുവല്ല റെയിൽവേ സ്റ്റേഷനു സമീപം അമ്മയും 2 പെൺകുട്ടികളും ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ട്രാക്കിന് സമീപത്ത് നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്റെ കർത്താവേ, ഞാനിതെങ്ങനെ സഹിക്കും? എന്റെ കുഞ്ഞുങ്ങള് പോയേ. എന്റെ കർത്താവേ, എന്റെ കുഞ്ഞുങ്ങള് പോയേ. എന്റെ കർത്താവേ, ഞാനിത്
എങ്ങനെ സഹിക്കും എന്റെ കർത്താവേ? നീ ഒന്ന് സമാധാനിക്ക്. നീ ഇങ്ങനെ എടുത്ത് കരഞ്ഞാൽ പോയവര് തിരിച്ചു വരുമോ? നിങ്ങൾ ഒറ്റൊരാളല്ലേ എന്റെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കി? എന്റെ പൊന്നു മക്കള് പോയില്ലേ? എല്ലാം നിങ്ങളുടെ പിടിവാശിയല്ലേ? എന്റെ കുഞ്ഞിന്റെ ഒരാഗ്രഹമെങ്കിലും നിങ്ങൾ നടത്തി കൊടുത്തോ? ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ ദുഷ്ടനോടെ കെട്ടിക്കേണ്ടത്. എന്റെ പൊന്നു മക്കളല്ലയോ പോയേ? എന്റെ കുട്ടികളെ, എന്റെ മാതാവേ. കർത്താവേ.